ഇത് 5+5 സ്വാഗതം. നമ്മൾ എന്ത് വീഡിയോ ഇടുന്നുള്ളത് കൺഫ്യൂഷനിലായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്തായാലും ദുബായിയുടെ മറ്റൊരു മുഖം കാണിച്ചു തരായിരുന്നു. നമ്മൾ പലപ്പോഴായിട്ട് ദുബായിയെ കണ്ടിട്ടുണ്ടാവുക അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ, ബുർജ് ഖലീഫ, ബുർജ് അൽ അറബ്, വലിയ വലിയ ഹോട്ടലുകൾ, വലിയ വലിയ കൺസെപ്റ്റുകൾ, വലിയ വലിയ ഇവൻറ്റുകൾ, വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ കാണാത്തൊരു മുഖം ദുബായിക്കുണ്ട്. ദുബായ് അൽക്കൂസിൽ, സോനാപൂരിലൊക്കെ വലിയ വലിയ ലേബർ ക്യാമ്പുകളുണ്ട്. ആ ലേബർ ക്യാമ്പ് ഒരുപാട് പാവങ്ങളായിട്ടുള്ള പണിക്കാർ, എന്താ പറയുക, ഒരുപാട് ആളുകൾ റൂമിൽ തന്നെ താമസിക്കുന്ന രൂപത്തിൽ വലിയൊരു ഏരിയ തന്നെ ദുബായിലുണ്ട്. അപ്പോൾ അതിനോട് ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റി മാർക്കറ്റുകളുണ്ട്. അപ്പോൾ അതിലൊരു മാർക്കറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് നമ്മളെ സുഹൃത്തുക്കളായ ആനസും റംസാനും ജിഷ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂട്ടിയിട്ട് ഇന്ന് ആ മാർക്കറ്റ് ഒന്ന് കാണാൻ പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണെന്നുള്ളത്. അപ്പോൾ വിശേഷങ്ങൾ കാണാൻ പോകുന്നത് ദുബായിലെ മണലാരണ്യങ്ങൾ താണ്ടി കാണാൻ നമ്മൾ ചെല്ലുകയാണ്. ഓക്കെ, അപ്പോൾ അനസും ജിഷ്ണു നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞോലെടുത്തിട്ട് നമുക്ക് കാണാം. നമ്മളെ മെയിൻ ആരിസാണ് നമ്മളെ ഡ്രൈവർ ആരിസ്, പിന്നെ ഓപ്പറേറ്റർ റംസാൻ. അപ്പോൾ ക്ലിയറിൻ്റെ ചെറിയൊരു കമ്മി ഉണ്ടാവും, അത് നോക്കണ്ട. എന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറ ആയതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ഏതായാലും നാളെ വീക്കെൻഡാണ്. അപ്പോൾ ഇന്നെടുക്കുന്ന വീഡിയോ ആയിക്കോട്ടെ ഫസ്റ്റ് ഇടുന്നത് കരുതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിഷ്ണുവും ആനസോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് കാണാം. അങ്ങനെ രണ്ടാളും വരുന്നുണ്ട്. ആരിസ് പാർക്കിംഗ് ഇടാൻ പോയതാണ് വണ്ടിക്ക്. അപ്പോൾ ആരിസും പാർക്കിംഗ് ഇട്ട് വരുന്നുണ്ട്. പിന്നെ മെയിൻ ജിഷ്ണുവാണ് മഞ്ഞ കുപ്പായ കെട്ടാണ്ട് എവിടുന്ന് കണ്ടാലും അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. മഞ്ഞ കുപ്പായ കെട്ട് വരുന്നുണ്ട് ജിഷ്ണു. പിന്നെ അനസിന് എന്തോ ഒരു കുറവ് പോലെ. അനസ് വണ്ടിൻ്റെ ബാക്കിൽ ഒളിഞ്ഞിക്കുന്നുണ്ട്. ആണോ? വരുന്ന അനസ് പറഞ്ഞാൽ നിലവിൽ ദുബായിൽ അനസിനെ കഴിഞ്ഞ് ഫ്രീക്കിന് വേറെ ആളുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും. അനസ് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ അനസ് എത്തിയിട്ടുണ്ട്. അനസേ ഇങ്ങ് വാടാ. അനസ് എത്തിയിട്ടുണ്ട്. പിന്നെ റംസാനെ നേരത്തെ കാട്ടി തന്നു. മെയർ റംസാൻ, പിന്നെ ജിഷ്ണു ജിഷ്ണു ഒന്ന് വാടാ. നമ്മള് എന്താ പറയാ, ദുബായിലെ ചരിത്രപ്രസിദ്ധമായ ഷെയ്ഖ് സായിദ് റോഡിലൂടെയാണ് നമ്മൾ പോണത്. അമ്പരചുംബികളായ ഒരുപാട് ബിൽഡിങ്ങുകൾ രണ്ട് സൈഡിലുള്ള. ഈ ഭാഗത്തുനിന്ന് അധികം ബിൽഡിംഗ് ഇല്ല. ഇത് അൽക്കൂസ് അഥവാ അൽക്കൂസ് എന്നല്ല, ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ബീച്ച് സൈഡുമാണ്. അധികം ബിൽഡിങ്ങുകളൊന്നുമില്ല. പക്ഷെ കുറച്ചാണ് പോയാലാണ് ബുർജ് ഖലീഫ അടക്കം എല്ലാ വലിയ ബിൽഡിങ്ങുകളും വരുന്നത് ഈ റോഡിന് ഇരുവശങ്ങളിലായിട്ട്. ഇതിന് രണ്ട് സൈഡിലും വളരെ ലക്ഷറി കാറുകളുടെ ഷോറൂമുകളുണ്ട്. ഞാനൊരു 2 മിനിറ്റ് ഈ വണ്ടിയിൽ നിന്ന് മാറി പറഞ്ഞ അനസും ജിഷ്ണുമാടെ നമ്മളെ പാവം ചെറുക്കനെ ജ്യൂസ് വാങ്ങി തരാതെങ്ങാണ്ട് പറയും കൊണ്ടുള്ള പരിപാടി. ഞാൻ വന്നിട്ടില്ലെങ്കിൽ ആ ചെറുക്കാൻ ജ്യൂസും പ്രതീക്ഷ ഇന്നലെ അടിച്ചു ജ്യൂസ്. എന്തൊക്കെയാണ് ജ്യൂസ് പടച്ചറ ലൈറ്റ് ഓഫ് ആക്കിയൊന്നും കാര്യം എന്നാലും ബ്ലോഗിൽ വരും. അവൻ്റെ ചെറുക്കം ജ്യൂസ് കേട്ട അതിനൊന്നുമില്ല. ഇനി ദൂരം പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഇന്നലെ അടിച്ച ജ്യൂസ് കുടിച്ചാന് 50 ഉറുപ്പിക എണ്ണ വാക്കുക. അങ്ങനെ നമ്മള് സ്പോട്ടിൽ ഏകദേശം എത്തിട്ടോ. നമ്മൾ ആദ്യം കാണാൻ പോണത് എന്താ പറയുക, ജിഷ്ണു അനസൊക്കെ അതിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നത്. നമുക്കറിയില്ല അതിനെ പറ്റി. നമ്മളിതുവരെ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ പെണ്ണ് കഴിച്ചിട്ടായിക്കോട്ടെ. വേണ്ടോ? ഇവിടുത്തെ ഒരു കള്ളുസാപ്പാണ്. ആളുകൾ വരിന്ന് കള്ളു കുടിക്കുന്ന സ്ഥലമാണിത്. ഓക്കെ, അതാ നമ്മളെ നാട്ടിലുള്ള ബെവറേജിൽ വരിക്കണ മാതിരിയാണ്. അനസിനെയും ജിഷ്ണുവിനെയൊക്കെ ഇതൊരു സംഗതി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജിഷ്ണു അപ്പോൾ നിങ്ങൾ ഇവരെ എക്സ്പ്രഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ എക്സ്പ്രഷൻ റിവീൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി നമ്മളവിടെ സ്പോട്ടിൽ എത്തിയതിനു ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ ലക്ഷ്യസ്ഥാനം ഫുഡ് അടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതെ മെയിൻ. അപ്പോൾ അത് അവർ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലത്തു നിന്ന് ഫുഡ് അടിക്കുക എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, ലെഫ്റ്റ് സൈഡ് അടിക്കും. വളരെയധികം ഇതുണ്ടോ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് വരെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് വരെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്നത്.
ഫ്രണ്ടിൽ കെയർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. വിഷ്ണു എൻ്റെ എക്സ്പ്രഷൻ റിവീൽ ചെയ്യണം. ഓടല്ലേ എൻ്റെ നെട്ടുന്ന എക്സ്പ്രഷൻ റിവീൽ ചെയ്യാനുള്ള ഇവിടെയൊക്കെ ഒരുപാട് കാണാനുണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചു തരും. ഓക്കെ, ഇപ്പം നമ്മൾ പോണത് ഭക്ഷണം കഴിക്കാനാണ്. നാനസൊക്കെ ആ ഒരു എക്സ്പ്രഷൻസേ ആ കണ്ടിൻ്റെ എക്സ്പ്രഷൻ ഒന്നുകൂടി ഇട്ടാ. വിഷ്ണു ഇവിടെ ഒരുപാട് സ്റ്റാളുകളാണ്. ദുബായിൽ നമ്മൾ കാണേണ്ട സ്ഥലമാണിത്. കാരണം ഇത് ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റാണ് ദുബായിലെ. ലൈവ് ദോശയാണ്. ലൈവ് ദോശ ഏട്ടൻ്റെയും ചേച്ചീൻ്റെയും കടയാണ്. അവിടെ ആരിസ് ഉണ്ട്, റംസാൻ ഉണ്ട്, ജിഷ്ണു ഉണ്ട്, അനസ് ഉണ്ട്. ലൈവ് ദോശ, പിന്നെ ചിക്കൻ പൊരിച്ച് മീൻ പൊരിച്ചും ചിക്കൻ പൊരിച്ചും ഒക്കെ കഴിഞ്ഞു വന്നുണ്ട്. നമ്മൾ ഈ ദോശ കണ്ടിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഈ ഓംപ്ലേറ്റ് നമുക്ക് വേണ്ടിയിട്ടുണ്ട്. എന്താണ് ഈ ഓംപ്ലേറ്റ്? നമ്മൾ പറഞ്ഞ ഓംപ്ലേറ്റ് ആണ്. ആഹാ, റംസാനോടെ സാധനം പറഞ്ഞിട്ട് ഇടിയപ്പം ചിക്കൻ കറി. അനുസരിച്ച് എന്താ പറയണു? ദോശ. ഞാനും ദോശ കണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആരിസ് എന്താ പറയണേ? ദോശ. ജിഷ്ണു ഇടിയപ്പം തന്നെ കഴിക്കണമെന്നുണ്ട്. ഇടിയപ്പവും ചിക്കൻ കറി. എന്താ എനിക്ക് ഈ ഒരു മാർക്കറ്റിനെ കുറിച്ച് അഭിപ്രായം? പ്രിപ്പയർ ആവാൻ ഞാൻ അഭിനയിച്ചാൽ കൊണ്ടെന്നല്ലോ. റംസാനെ കല്ല അടിയാണ്. റംസാനിപ്പോൾ വീണ്ടും ഓംപ്ലേറ്റ് കഴിക്കുന്നുണ്ട്. ാണ് ക്ഷീണിച്ചിങ്ങതാ. ക്ഷീണിച്ചൊക്കെ ആരിച്ചൊക്കെ കഴിച്ചിട്ട് അനസ് 3 റൗണ്ട് റെഡി ആയിക്കാണ്. അനസ് 3 റൗണ്ടിനാണ് റെഡി ആയിക്കണത്. ചേച്ചിയും ചേട്ടനും ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ, അനസ് അങ്ങനെ അടിക്കാണ്. നിർത്തിയോ? ഒരുപാട് കടകളുണ്ട്. ഇതിപ്പോൾ ഇവിടെ പാനിപൂരി കാര്യങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. പിന്നെ അങ്ങനെ അവിടെ വെള്ളം, ജ്യൂസ് അങ്ങനെ കിട്ടുന്ന കടകളുണ്ട്. പിന്നെ ഇവിടെ കബാബ്, പാകിസ്ഥാനി കബാബ്, ചിക്കൻ ഉണ്ട്. ചിക്കൻ പീസ്, കബാബുകൾ. ഇവിടെയൊക്കെ കബാബാണ്. ഇവിടെ വിങ്സ്, ചിക്കന്, ഫിഷ്, ചെമ്മീൻ. ചെമ്മീനാണ്. ഇടക്കിടക്ക് പറയുന്നുണ്ട് ഞാൻ ആനായിട്ടില്ല. പറ്റിയിട്ടൊന്നുമില്ല. നമുക്കുള്ള കബാബ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ കബാബിന് 2 റംസോൾട്ട്. ഫുൾ ടൈം വൃത്തിയായിക്കണതിൻ്റെ ഒരു കാരണമാണിത്. ഫുൾ ടൈം ക്ലീനിങ് ആണ് ഇവിടെ. മാറുന്ന വീഡിയോ ഫുൾ ടൈം ക്ലീനിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വൃത്തിയാണ്. നമ്മൾ നോക്കിയാൽ കച്ചറൊന്നും കാണാൻ കഴിയില്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യമാണിത്. ഇവിടെ എവിടെയും കച്ചറ പറഞ്ഞ സാധനമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അപ്പോൾ ആൾ വന്ന് എടുക്കണമുണ്ട്. ഇനി നമ്മൾ കാണാൻ പോണത് മറ്റു സാധനങ്ങളുള്ള മാർക്കറ്റാണ്. ഹെഡ്സെറ്റ്, ചാർജർ, മൊബൈൽ, ടാബ്, പല സാധനങ്ങൾ ഒക്കെ, വാച്ച് എല്ലാം ഉണ്ട്. വാച്ച് എല്ലാം ഉണ്ട്. ഹെഡ്സെറ്റിനൊക്കെ 2 റംസ് 3 റംസ് ഒക്കെ ഉള്ളത്. ടാബ്, TV അങ്ങനെ എല്ലാം ഉണ്ട്. ഓക്കെ, എല്ലാവിധ സാധനങ്ങളും കിട്ടും ഇവിടെ. ദുബായിൻ്റെ വേറൊരു മുഖമാണ്. നമ്മളെ നാട്ടിൽ ചന്തക്കൊക്കെ പോയ ഒരു ഫീലാണ്. ശരിക്കും നമ്മൾ സംശയപ്പെട്ടു പോകും. നാട്ടിൽ ചന്തക്ക് പോയതാണ്. ഇവിടെ ചെരുപ്പുണ്ട്. പിന്നെ അവിടെ ടൈലറിങ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ സലൂണുണ്ട്. ഡ്രസ്സ് സെക്ഷൻസ് ഉണ്ട്. ഡ്രസ്സ് മൊത്തമായിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗ് കാര്യങ്ങൾ. കമ്പിളിയാണിത്. കമ്പിളി മൊത്തമായിട്ട് സാധനങ്ങളാണ്.
ഇതാണ് ശരിക്കും ചന്ത. ഇതുണ്ടോ, എണ്ണ, പൊടി, അത് ഇത് സാധനങ്ങൾ, കാവാകുവ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അരി, പരിപ്പുകൾ, കാര്യങ്ങൾ. ഇവിടെ ഈത്തപ്പഴം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ പച്ചക്കറി, ഈ സൈഡ് ഫുള്ള് പച്ചക്കറിയും ഫ്രൂട്ട്സുമാണ്. അതാ തല വരെ ഉണ്ട്. ഇത് ഒരുപാട് സ്റ്റാളുകൾ, നമ്മളെ നാട്ടിലെ ചന്ത പോലെ തന്നെയാണ് ഇവിടെ. ഇവിടെ ഫുള്ള് നെറ്റ്സ്, ഈത്തപ്പഴം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ. ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടെ ഉണക്കമീൻ കാര്യങ്ങൾ, അഥവാ നമ്മുടെ നാട്ടിലെ ബുധനാഴ്ച ചന്ത എന്നൊക്കെ പറയുന്നത് അതേമാതിരത്തെ ഒരു ഫീലാണ് ഇവിടെ വന്നത്. തികച്ചും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും. പിന്നെ ഇവിടെ ഫിഷ് മാർക്കറ്റ്, ഫിഷ്, ഇവിടെയൊക്കെ ഫിഷ്. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നാൽ മീറ്റ്, ഫുള്ള് മീറ്റ്, മീറ്റ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഗെയിംസും കാര്യങ്ങളും അതുമുണ്ട്. ഗെയിംസ് ഇതൊക്കെ തുച്ഛമായ വിലക്ക്, പാവങ്ങൾക്ക് തുച്ഛമായ വിലക്ക് ക്യാരംസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, എന്തായാലും ഇതിൻ്റെ പേര് പെൻബോളോ അതുണ്ട്. പിന്നെ ഈ ഗെയിമുണ്ട്. പിന്നെ ഇതൊക്കെ വളരെ സാധാരണക്കാരനും കളിക്കാനുള്ള ഒരവസരമാണ് ശരിക്കും ദുബായിലുള്ളത്. വളരെ തുച്ഛമായ സംഖ്യയ്ക്ക്, എനിക്ക് തോന്നുന്നത് ഒരു മണിക്കൂറിനൊക്കെ 5 റംസൊക്കെ ഉണ്ടാവുള്ളൂ, വളരെ തുച്ഛമായ പൈസക്ക്. ഇവിടെ നമ്മുടെ നാട്ടിലെ സാധാ ഒരു ക്ലബിലൊക്കെ പോയ മാതിരത്തിലുള്ള ഒരു ഫീലാണ് ക്യാരംസൊക്കെ കളിക്കണം. പിന്നെ എക്സൈറ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് തന്നെയാണ്, എന്താ പറയുക, ഇവിടുത്തെ വൃത്തിയാണ് മെയിൻലി. എവിടെ നോക്കിയാലും വളരെ വൃത്തിയാണ്. അതാണ് ഇവിടെ ഇങ്ങനെ നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ഫുഡിൻ്റെ സ്റ്റാളുകളാണ്. ഇത് ഒരുപാട് സ്റ്റാളുകളുണ്ട്, പല രാജ്യക്കാരത്, പല ഭാഷക്കാർ, ഒരുപാട് സ്റ്റാളുകളുണ്ടാണ്. പിന്നെ എന്നെ എക്സൈറ്റഡ് ആയിട്ട് തോന്നിച്ചത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വൃത്തി, ആ വൃത്തിയുടെ വലിയൊരു കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഈ എന്താ പറയുക, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഞാൻ കാണിക്കാം. തന്നെ അവരതിന് അത്രയും പ്രാധാന്യം കൊടുത്തിട്ട് ഇത്ര അടുത്ത് തന്നെ അവരങ്ങനെ ഒരു ഓഫീസുണ്ട്. അപ്പോൾ നിരന്തരമായ ചെക്കിങ്ങുകളും പരിശോധനകളും കാരണമാണ് ഇത്ര വൃത്തിയായിട്ട് ഇത് ഉള്ളത്. അപ്പോൾ എന്താ പറയുക,